ദിവസത്തെ ഷെഡ്യൂൾ നോക്കിയാലും ഔദ്യോഗിക സ്വഭാവമുള്ളതും അടിയന്തര സ്വഭാവമുള്ളതുമായ ഒരു ചടങ്ങും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം സ്വകാര്യ ചടങ്ങുകൾ മാത്രമായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴാണ് ഈ നിക്ഷേപകരെ കാണാൻ വേണ്ടിയാണ് അടിയന്തരമായി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ഹെലികോപ്റ്ററിൽ പോയത്. അതും ഹെലികോപ്റ്റർ പലതവണ മുടങ്ങുകയുണ്ടായി, ലാൻഡ് ചെയ്യാൻ പറ്റാതെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒന്നും ഔദ്യോഗിക സ്വഭാവമുള്ളതായിരുന്നില്ല, എല്ലാം സ്വകാര്യ ചടങ്ങുകൾ മാത്രമായിരുന്നു. ഒരു ജുവലറിയുടെ ഉദ്ഘാടനം പോലും അതിലുണ്ടായിരുന്നു. ശ്രീ രോഹിത്, ഏത് സമയമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തതെന്ന് ഓർക്കണം. ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത ഒന്നും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. മഞ്ജുഷ്, ഒന്നാമത് ഈ ചർച്ചയ്ക്കകത്ത് ഇടയിൽ കയറി ഇടപെടുന്നത് അവസാനിപ്പിച്ചിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധി നിലയ്ക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾക്ക് ഒരു അവസരം നൽകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള. ആദ്യം മഞ്ജുഷ് നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് സർക്കാരിനെ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താനാണ് നിങ്ങൾ മുൻവിധിയോട് കൂടിയിട്ടാണ് ചർച്ച നടത്തുന്നത്. അങ്ങനെ മുന്നോട്ട് പോകാം. അതല്ല, എന്റെ ഭാഗം വിശദീകരിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ താങ്കൾക്ക് തീർച്ചയായിട്ടും അവസരമുണ്ടാവും. ഞാൻ ഒരു കാര്യം പറയാം. ഭരണത്തിലിരിക്കുമ്പോഴായിരിക്കും വിമർശനങ്ങൾ ഉണ്ടാവുക, അപ്പോൾ മറുപടിയും മറുപടി ഉണ്ടാകുമ്പോൾ ഉപചോദ്യങ്ങളും ഉണ്ടാവും. നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ നിങ്ങൾക്ക് ഭരണപക്ഷത്തിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. രോഹിത്, വിമർശന മുനയിൽ നിങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാൻ തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ 316ഓളം വരുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരുണ്ട്. നിങ്ങളെല്ലാവരും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരാണല്ലോ. എത്ര സ്ഥലത്തു നിന്നാണ് സർക്കാരിനെതിരെയുള്ള അല്ലെങ്കിൽ അവർക്ക് ലഭ്യമാകേണ്ട സൗകര്യങ്ങൾ ലഭിച്ചിട്ടില്ല? ഒരുപാടുണ്ട് കേട്ടോ, ബൈറ്റുകളൊക്കെ ഒരുപാട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ ഇപ്പൊ കേൾപ്പിക്കാൻ പറ്റില്ല. ഒരുപാട് ബൈറ്റുണ്ട്, താങ്കളും കേട്ട് കാണുമല്ലോ. ഒരുപാട് എടുത്ത് ബുദ്ധിമുട്ട്. അത് എല്ലാ പ്രളയ സമയത്തും അങ്ങനെ ഉണ്ടാവുന്നതാണ്. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് രോഹിത് ഒന്നും വേണ്ട. രോഹിത് ഇന്ന് തിരുവല്ലയിലെ ക്യാമ്പിലേക്ക്, മഞ്ജുഷ ഒരു മിനിറ്റ്, രോഹിത് ഇതുകൂടി ചേർത്ത് മറുപടി പറഞ്ഞാൽ മതി. ഇന്ന് തിരുവല്ലയിലെ ക്യാമ്പിലേക്ക് പോയ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് പറഞ്ഞ പരാതികൾ, ഈ തിരുവല്ലയിലെ MLA അവിടുത്തെ ക്യാമ്പിലെ ഈ ജനങ്ങൾ പറഞ്ഞ പരാതികളെ പറ്റി രോഹിത് കേട്ടിട്ടുണ്ടോ എന്നതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. രമേശ് ചെന്നിത്തലയോട് ഞാൻ 2 ദിവസത്തെ പൂർണ്ണമായ പരിപാടികളും റദ്ദ് ചെയ്ത് ഞാൻ ഈ ജില്ലകളിൽ ക്യാമ്പ് ചെയ്യാൻ പോകുന്നു എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞ ബൈറ്റുണ്ട്. രോഹിത്തെ, ഇതൊന്നും രോഹിത് കേൾക്കുന്നില്ലേ? ജനങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 316 ക്യാമ്പുകളിലേക്ക് ജനങ്ങൾ എല്ലാവരും ഇത് പറയുന്നുണ്ടെന്ന്. ശ്രീ മഞ്ജുഷ്, കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ച് അത് ആക്ട് ചെയ്യേണ്ട ഘട്ടത്തിൽ കൃത്യമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതാ സൂചിപ്പിച്ചത്. റാന്നിയിലെ ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ളത് റാന്നി, ആറന്മുള ഉൾപ്പെടെയുള്ള പ്രദേശത്താണ്. അവിടെ എല്ലാം തന്നെ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന MLA എന്ന നിലയ്ക്ക് അവരുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും അവർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെ നിന്ന് ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രി കൊടുത്തിരിക്കുകയാണ്. മോൻസ് ജോസഫ് ഉൾപ്പെടെ, അനൂപ് ജേക്കബ് ഉൾപ്പെടെയുള്ള മുഴുവൻ മന്ത്രിമാരും, കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും ഈ ദുരന്തമുണ്ടായ സ്ഥലത്തെല്ലാം നേരിൽ പോയി കണ്ട് അവിടുത്തെ ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട ധനസഹായം, അതോടൊപ്പം തന്നെ മരണപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ട 8 ലക്ഷം രൂപയുടെ ധനസഹായം ഇന്ന് പ്രഖ്യാപിച്ചു. വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആളുകൾക്ക് 12 ലക്ഷം കൊടുക്കുന്ന ധനസഹായം ഇന്ന് പ്രഖ്യാപിച്ചു സർക്കാർ. അതോടൊപ്പം തന്നെ വീട് നഷ്ടപ്പെട്ടവർക്ക് 6 ലക്ഷം രൂപ ഉണ്ടായിരുന്നത് 8 ലക്ഷം മാറ്റി ഉയർത്തുന്ന പ്രഖ്യാപനം ഉണ്ടായി. അങ്ങനെ ദുരിതബാധിതരായിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ഗോപൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുമ്പോ കഴിഞ്ഞ 2018 മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു പ്രളയം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്വം ഗോപന്റെ പാർട്ടിക്കും അന്നത്തെ സർക്കാരിനുമാണ്. കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ഉൾപ്പെടെയുള്ള ആളുകൾ, CAGയുടെ റിപ്പോർട്ട് ഉൾപ്പെടെയുണ്ട്. വളരെ കൃത്യമായി ഡാം മാനേജ്മെന്റിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇത് സർക്കാരിന്റെ അല്ലെങ്കിൽ കെടുകാര്യസ്ഥയുടെ ഭാഗമായിട്ടാണ് 2018 ഇത്തരമൊരു ദുരന്തം ഉണ്ടായതെന്ന് ഹൈക്കോടതി പോലും വിലയിരുത്തുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2018 ഈ പത്തനംതിട്ടയിൽ റാന്നി ഉൾപ്പെടെ, ആറന്മുള ഉൾപ്പെടെയുള്ള സ്ഥലത്ത് 30 മനുഷ്യരാണ് മരണപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. 150 പരം വരുന്ന കോടി നഷ്ടം വ്യാപാരികൾക്ക് ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായി. 1000ഓളം വരുന്ന വീടുകൾ ഉപയോഗശൂന്യമാകുന്ന സ്ഥിതി ഉണ്ടായി. അതിനൊക്കെ കാരണക്കാരായത് കഴിഞ്ഞ LDF സർക്കാരായിരുന്നു എന്നും കൂടി ശ്രീ ഗോവ മനസ്സിലാക്കണം. അപ്പൊ അന്നൊന്നും ഇത് ചെയ്യാതെ, അന്നൊക്കെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള പ്രളയത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ ഇന്ന് ഈ ഗവൺമെന്റ് വളരെ
വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ അതിന് വിമർശിക്കാൻ വേണ്ടി മാത്രം വരിക. ഇപ്പൊ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു എന്ന്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ യാത്രകൾ എന്ന് പറയുന്നത് കേരളത്തിലെ പൊതു മനസാക്ഷിക്ക് അറിയാം, മാധ്യമ പ്രവർത്തകർക്ക് അറിയാം. ഇവിടെ തൃശ്ശൂരിലെ ജില്ലാ സമ്മേളനത്തിന് സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ജില്ലാ സമ്മേളനത്തിന് പോയ മുഖ്യമന്ത്രിയുണ്ട് കേരളത്തിൽ, പിണറായി വിജയൻ. അന്ന് അദ്ദേഹം ഉപയോഗിച്ചത് ഹെലികോപ്റ്ററാണ്. അവസാനം ആ പണം തിരിച്ചടക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് CPM-ന്റെ ജില്ലാ കമ്മിറ്റി പറയുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഗോപൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇല്ല എന്നാണ് ഗോപൻ പറയുന്നത്. ഞങ്ങൾ വിശദീകരണം നൽകിയതാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് അതല്ലേ പറയാൻ പറ്റുള്ളൂ. SDRF-ന്റെ തുക വക മാറ്റിക്കൊണ്ട് 8 ലക്ഷം രൂപ അതിൽ നിന്ന് എടുത്ത് അവസാനം അത് പിടിക്കപ്പെട്ടപ്പോൾ, അത് വിവാദമായപ്പോ CPM-ന്റെ ജില്ലാ കമ്മിറ്റി തന്നെ പറഞ്ഞു ഞങ്ങൾ അത് തിരിച്ചടച്ചോളാമെന്ന്. ഓക്കി ദുരന്ത മേഖലയിൽ നിന്ന് മുഖ്യമന്ത്രി ജില്ലാ സമ്മേളനത്തിന് പോകുന്നത് ഇതേ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. അന്നൊന്നും ഇവർക്ക് അതിനെക്കുറിച്ച് ഒരു വിമർശനവും ഇല്ല. ഇന്ന് മുഖ്യമന്ത്രി ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അതിന് മറ്റൊരു തരത്തിലുള്ള നിറം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവിനെ കാണാൻ പോവുകയാണ്, സ്വകാര്യ സന്ദർശനത്താണെന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് പക്ഷേ ഈ വന്ദേ ഭാരത് കഥ ഒരു നമുക്കത് അത്രമാത്രം അങ്ങ് ദഹിക്കുന്ന ഒരു കാര്യമല്ല. വന്ദേ ഭാരതിൽ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരമാണ് ഈ ഇൻവെസ്റ്റർ, അതൊരു അജ്ഞാത ഇൻവെസ്റ്റർ ആണല്ലോ, ആരാണ് ആ നിക്ഷേപകൻ എന്ന് അദ്ദേഹം പറയുന്നില്ല. അവിടെ കാത്തിരിക്കുന്നു. അവർക്ക് രാത്രി ഒരു ഡിന്നർ മീറ്റ് ഉണ്ട്, അതിൽ പങ്കെടുക്കേണ്ടി വരും. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഹെലികോപ്റ്റർ എടുക്കുന്നു, അങ്ങോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ എന്തോ ഒരു കഥയുണ്ട്. ആ കഥ അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല. അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു, എന്റെ സന്ദർശനങ്ങൾ അത് മാധ്യമങ്ങൾക്ക് ലഭ്യമാണല്ലോ. കേരളത്തിലെ പൊതുജനത്തിന് മുഖ്യമന്ത്രിയുടെ യാത്രയെ സംബന്ധിച്ച് അദ്ദേഹം ഹെലികോപ്റ്ററിൽ എറണാകുളത്ത് പോയിട്ട് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിലാണ് മറ്റു പരിപാടികളിലേക്ക് പോകുന്നത്. അപ്പൊ അതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവ് ഉള്ള സ്ഥലത്തേക്ക് ഹെലികോപ്റ്ററിലേക്ക് പോയിരിക്കുന്നത് അങ്ങനെയല്ലോ. അദ്ദേഹം കാറിലാണ് അദ്ദേഹം ആലുവയിലേക്ക് പോയത്. ഹെലികോപ്റ്ററിൽ അദ്ദേഹം ഭാര്യാപിതാവിനെ കാണാൻ പോയെന്നല്ല. അല്ല, അതിന് തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് അദ്ദേഹം കാറിൽ സഞ്ചരിച്ച് അവിടുത്തെ ഔദ്യോഗിക പരിപാടികളും സ്വകാര്യ സന്ദർശനങ്ങളൊക്കെ നടത്തുമ്പോൾ ഇതാ മുഖ്യമന്ത്രി ഇതാ ഭാര്യാപിതാവിനെ കാണാൻ വേണ്ടി ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്ന നറേറ്റീവ് ഉണ്ടാക്കുമ്പോൾ അത് ശരിയല്ലെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ കൂടുതൽ വ്യക്തമായിട്ടുണ്ടല്ലോ. ഒരു ഇൻവെസ്റ്ററെ കാണാനാണ്. ആരാണ് ഇൻവെസ്റ്ററോ ഇൻവെസ്റ്റേഴ്സോ അങ്ങനെ കാണാൻ, ഒരു കൂട്ടാളുകളാണെങ്കിൽ അങ്ങനെ കാണാൻ പോയതാണ്. നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുവരിക്കുക എന്നുള്ളതായിരുന്നു ആ ലക്ഷ്യം. ഗോപൻ അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. ഈ ഹെലികോപ്റ്ററിന്റെ കരാറൊക്കെ നിങ്ങളുടെ കാലത്തുണ്ടായതാണ്. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞതിനെ ഇവിടെ രോഹിത് അത് എതിർത്തിട്ടുണ്ട്. അന്ന് പാർട്ടി സമ്മേളനത്തിൽ തന്നെയാണ് പോയത്. പാർട്ടി തന്നെ സമ്മതിച്ചതുമാണ് അക്കാര്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.